പ്രാവശ്യം എത്തിയ പല തീർത്ഥാടകർക്ക് ശബരിമലയുടെ പരിസരത്ത് പോലും എത്താൻ പറ്റിയില്ല, പമ്പയിലെത്താൻ പറ്റിയില്ല. ഇത്രയും കാലം പ്രധാനുഷ്ഠാനങ്ങൾ നടത്തി അയ്യപ്പനെ കാണാമെന്നുള്ള, ദർശനം നടത്താമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വന്ന ഒരുപാട് ആളുകൾ പന്തളത്ത് വെച്ച് മാല വീഴ്ത്തി തിരിച്ചുപോയി. ഞാൻ കണ്ടു ചില TV മാധ്യമങ്ങൾക്ക് ചിലർ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇനി ഞങ്ങൾ ശബരിമലയിലേക്ക് ഇല്ല എന്ന് പറയുക. ഞാൻ പറയുന്നത് ഈ സംസ്ഥാനത്തിന് തന്നെ എന്തൊരു നാണക്കേടാണ്. തൊട്ടുമുമ്പുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം മന്ത്രി VN വാസവനും പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് VN വാസവൻ രാജിവെക്കണം, പഴയ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം. പ്രതിപക്ഷം ശക്തിയായി ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കൊള്ള നടത്താൻ വീണ്ടും ശ്രമം നടത്തിയ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എക്സ്റ്റൻഷൻ കൊടുക്കാനാണ് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനിച്ചു വെച്ചിരുന്നത്. അവസാനം പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും അതിശക്തമായ സമ്മർദ്ദം കൊണ്ടാണ് പുതിയ ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഇവരെ തന്നെ വീണ്ടും ചെയ്യണം. ഇവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം. കോടിക്കണക്കിന് ഭക്തജനങ്ങളുള്ള, അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചിട്ടുള്ള, അവരുടെ അയ്യപ്പ ഭക്തിയുള്ളതാണ്. ആ ശബരിമലയിലാണ് ഇതുപോലത്തെ ഒരു കൊള്ള, പകൽ കൊള്ള, ഇത്രയും വലിയ കൊള്ള നടന്നിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ നേതൃത്വം കൂട്ടുനിന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ പേര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.